ഹൈഡി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വേറൊരു എയർ ഡ്രോപ്പാണ്. വേ ഫൈൻഡർ ഫൗണ്ടേഷൻ്റെ ഒരു എയർ ഡ്രോപ്പാണ്. ഇത് നമ്മൾ ചാൻസസ് ഹയറാക്കി വെക്കുക എയർ ഡ്രോപ്പ് കിട്ടാനുള്ളത്. ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ ഈ ആപ്പിൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ലോഗിൻ പ്രോസസ്സ് നിങ്ങൾക്ക് വരും. ലോഗിൻ ചെയ്യാൻ വേറെ ഒന്നുമില്ല, സാധാരണ ലോഗിൻ ചെയ്യുന്ന പോലെ തന്നെ ലോഗിൻ ചെയ്യുക. അതിനുശേഷം അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ വാലറ്റ് അക്കൗണ്ട്സ്, നിങ്ങൾക്ക് 2 അക്കൗണ്ട്സ് ലോഗിൻ ചെയ്യുന്ന പ്രോസസ്സിൽ തന്നെ ഈ മെയിൽ വെരിഫൈ ചെയ്തതിന് ശേഷം ഓക്കെ അടിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ 2 വാലറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ വരും. ഈ അക്കൗണ്ട് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എയർ ഡ്രോപ്പിന് എലിജിബിൾ ആകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സൊളാന യൂസ് ചെയ്തിട്ട് ഫണ്ട് ആഡ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് 2 അഡ്രസ്സാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുക. ആക്ച്വലി എതേറിയത്തിൻ്റെ ഒരു അഡ്രസ്സും സൊളാനയുടെ ഒരു അഡ്രസ്സും കിട്ടും. ലോഗിൻ പ്രോസസ്സ് വളരെ സിമ്പിളാണ്. സാധാരണ നമ്മൾ മെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുന്ന പോലെ. അതിനുശേഷം നിങ്ങളുടെ ഈ വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ഇവിടെ ഡെപ്പോസിറ്റ് ഞെക്കി 2 ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. സൊളാനേൻ്റെ എതേറിയം ഉണ്ട്. സൊളാന ക്ലിക്ക് ചെയ്തിട്ട് ഈ ലിങ്ക് കോപ്പി ചെയ്യുക. ഈ അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ ഫാൻഡം വാലറ്റിൽ പോയിട്ട് പേസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു എമൗണ്ട് നിങ്ങൾ സെൻഡ് ചെയ്യുക. വേറെ എലിജിബിലിറ്റി കൂട്ടാനുള്ളൊരു ക്രൈറ്റീരിയയാണ്, അല്ലാണ്ട് കുറേ എമൗണ്ട് ഒന്നും സെൻഡ് ചെയ്യേണ്ട. നമുക്ക് സെൻഡ് ചെയ്തിട്ട് എപ്പോൾ വേണമെങ്കിലും ഇത് ഫണ്ട് തിരിച്ചെടുക്കാനും പറ്റും. സെൻഡ് ചെയ്യുന്നതിനുള്ള യൂസേജ് എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ കറൻറ്റ്ലി ടെസ്റ്റിംഗ് ഫേസിലാണ്, ഒരു ടെസ്റ്റ് നെറ്റ് ഫേസ് ആണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഈ ചാനൽ പ്രോപ്പർലി വർക്ക് ആവുന്നുണ്ടോ എന്ന് അറിയാനായിട്ടുള്ളൊരു കാര്യത്തിനാണ് നമ്മൾ സെൻഡ് ചെയ്ത് ഇടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എലിജിബിലിറ്റി കുറച്ചുകൂടി ഇൻക്രീസ്ഡ് ആവും. സോ അതിന് എയർ ഡ്രോപ്പ് കിട്ടാനുള്ള എലിജിബിലിറ്റി ഇതൊരു ബേസിക് സ്റ്റെപ്പാണ്. പിന്നെ സ്വാപ്പിംഗ് ടൈപ്പ് ഓഫ് കൈൻഡ് ഓഫ് സെറ്റപ്പ് ഉണ്ട്. നമ്മൾ സൊളാന ചെന്നിട്ട് നമ്മുടെ സെൻഡ് കൊടുത്ത് ഇവിടെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്തതിന് ശേഷം എത്രയാണ് എമൗണ്ട് അതിവിടെ നെക്സ്റ്റ് കൊടുത്ത് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇതിലേക്ക് എലിജിബിൾ സെൻഡ് ആവും. അപ്പോൾ ഈ അക്കൗണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. നമ്മുടെ അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തിരിച്ച് നമ്മുടെ ഫാൻഡം വാലറ്റിലേക്ക് തന്നെ റിസീവ് ചെയ്യാം. ജസ്റ്റ് ആ ഒരു പ്രോസസ്സ്, ആ ഒരു ടെസ്റ്റ് നെറ്റ് ഫേസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ഐഡിയ ആണ്. പിന്നെ ഇവിടെ ഇതെല്ലാം എലിജിബിൾ ആവാനുണ്ട്, അതൊന്നും ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ ഇനി ലെസ് ദാൻ ഒരു 2-3 മന്ത്സിനുള്ളിൽ ഇതിൻ്റെ ഒരു ടോക്കൺ ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക. ഇത് പിന്നെ നിങ്ങൾ ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എയർ ഡ്രോപ്സ് മറന്നു പോകാതിരിക്കാൻ നിങ്ങളൊരു പ്രോപ്പർലി ഒരു ബുക്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുന്ന ബെറ്റർ ആയിരിക്കും. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പറ്റുവാണെങ്കിൽ എൻറോൾ ചെയ്യാം, എയർ ഡ്രോപ്പിൽ ജോയിൻ ചെയ്യാൻ നോക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ ക്യാഷ് പ്രൈം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് പക്ഷേ നമ്മുടെ ഫണ്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ എതേറിയം ചാനലിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു പ്രൈം ടോക്കൺ നമുക്ക് ഇവിടെ സ്റ്റേക്ക് ചെയ്യാൻ ഇടുന്നൊരു ഓപ്ഷനാണ്. പക്ഷേ അത് നമ്മൾ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഞാൻ ആദ്യം പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്സ് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് ഈ അക്കൗണ്ടിലേക്ക് ഒരു ചെറിയൊരു എമൗണ്ട് $1 ലെസ് ദാൻ $1 എമൗണ്ടോ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുക. സൊളാന എന്തൊരു സപ്പോർട്ട് ചെയ്യുന്നോ അതിനനുസരിച്ചുള്ളൊരു ചെറിയൊരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. അത്രയും മതി, വേറെ കാര്യമായിട്ടുള്ളൊന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ നിങ്ങൾക്കൊരു സീക്രട്ട് റിക്കവറി ഫ്രേസ് അല്ലെങ്കിൽ സീക്രട്ട് റിക്കവറി പ്രൈവറ്റ് കീ ജനറേറ്റ് ചെയ്യാൻ പറയും. അത് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൈവറ്റ് കീ എഴുതി അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രൈവറ്റ് കീ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും മറക്കാതെ എഴുതി വയ്ക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഇനി ഭാവിയിൽ അത് ആവശ്യം വരുമ്പോൾ, അത് റീയൂസ് റിക്കവർ ചെയ്യേണ്ടതൊക്കെ ആവശ്യം വരുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. സോ അപ്പോൾ അത് എവിടെയെങ്കിലും എഴുതി വെക്കണം. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ക്യാഷ് കാര്യം, ഇതിപ്പോൾ ക്യാഷ് പ്രൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഇത് ചെയ്ത് നമ്മുടെ പ്രൈം ഇവിടെ ഇത് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് പ്രൈം അക്കൗണ്ടിൽ നമ്മുടെ പ്രൈം എന്ന് പറഞ്ഞ ആ ടോക്കൺ USDT പ്രൈമിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ഇത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ബാലൻസ് ഇപ്പോൾ 0 ആണ്. ഞാനിപ്പോൾ ഒന്നും കണക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. റീസൺ ഇപ്പോൾ അതൊരു എതേറിയത്തിൻ്റെ ചാനലായതുകൊണ്ട് നമുക്ക് കുറച്ച് ഫണ്ട് ചിലപ്പോൾ ഇടേണ്ടി വരും. സോ അപ്പോൾ അത് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് എയർ ഡ്രോപ്പ് കിട്ടാനുള്ള ഒരു ചാൻസസ് നമ്മളിപ്പോൾ ലോക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് 2 സ്റ്റെപ്പിന് ശേഷം. ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്, ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.